നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ്. പുല്ലഴി കോൾപ്പടവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോൾപ്പടവ് സഹകരണ സംഘത്തിന് മുമ്പിൽ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ആൽമരം ചുമറ്റുന്നതിനിടെ കടപുഴകി വീണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഒഴിവായത് വൻ അപകടം. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ച് പള്ളായി പ്രഹ്ലാദന്റെ വീടിനു മുകളിലാണ് തെങ്ങ് വീണത്. ഇന്നലെ രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കാറ്റിൽ പറമ്പിലെ തെങ്ങ് വീടിന്റെ ഓടിട്ട ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. സംഭവ സമയം വീട്ടുകാർ വീടിന്റെ മറ്റൊരു ഭാഗത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ്. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ് ആവശ്യപ്പെട്ടു. ജില്ലയുടെ തീരദേശ മേഖലയിൽ അവയവ കച്ചവടം നടത്തുന്ന മാഫിയ പിടിമുറുക്കിയിരിക്കുന്നതായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ ദാരിദ്ര്യാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അവയവ മാഫിയ ഏറ്റവും വലിയ സാമൂഹിക വിപത്തായി മാറിയിരിക്കുന്നു. ഇത്തരം ആളുകളുടെ കൈകളിൽ കൂടുതൽ അകപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് എന്നതും ഏറെ ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന് പ്രസ്താവനയിലൂടെ KK വത്സരാജ് ആവശ്യപ്പെട്ടു. കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തി ഇത്തരം മാഫിയകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ കച്ചവടത്തെ കർശനമായി തടയാൻ നമുക്ക് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ഈ മാഫിയ പ്രവർത്തനത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പുല്ലഴി കോൾപ്പടവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോൾപ്പടവ് സഹകരണ സംഘത്തിന് മുൻപിൽ ധർണ നടത്തി. ലേലം ചെയ്ത വൈക്കോലിന് പണം കർഷകരിലേക്ക് എത്തിക്കുന്ന നടപടി വേഗത്തിലാക്കുക, നെല്ലിലെ അനാവശ്യ കിഴിവുകൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. മുൻ കോർപ്പറേഷൻ കൗൺസിലർ K രാമനാഥൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എടക്കഴിയൂരിൽ മരണ വീട്ടിലെത്തിയ വെളിയങ്കോട് സ്വദേശിക്ക് വെട്ടേറ്റു. അസൻകോയ ബീച്ചിലെ മരണ വീട്ടിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം. വെളിയങ്കോട് സ്വദേശി മുസ്തഫയ്ക്കാണ് വെട്ടേറ്റത്. ബന്ധുമരണപ്പെട്ട വീട്ടിൽ പോയതായിരുന്നു മുസ്തഫ. തുടർന്നുണ്ടായ തർക്കത്തിനിടയിലാണ് വെട്ടേറ്റത്. മുസ്തഫയെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ആൽമരം ചുമറ്റുന്നതിനിടെ കടപുഴകി വീണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഒഴിവായത് വൻ അപകടം. മരത്തിനു മുകളിലും താഴെയുമായി 4 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ശ്രീനാരായണപുരം സെന്ററിന് പടിഞ്ഞാറ് ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള ആൽമരം മുറിച്ചുമാറ്റുന്നതിനിടയിലാണ് സംഭവം. മരത്തിനു മുകളിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് നിസാര പരിക്കേറ്റത്. പരിക്കേറ്റയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ആറ്റത്തറ മേഖലയിൽ ശക്തമായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. ആറ്റത്തറ പണിക്കത്ത് വീട്ടിൽ വിവിധ, സുനീഷ്, മുനിങ്ങത്തറ വീട്ടിൽ മണികണ്ഠൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇരു വീടുകളിലെയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. മെയിൻ സ്വിച്ച്, മീറ്റർ ബോക്സ്, സ്വിച്ച് ബോർഡുകൾ, TV എന്നിവ ഉപയോഗശൂന്യമായി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുകയും തറയിലെ ടൈലുകൾ ഇളകിപ്പോവുകയും ചെയ്തു. വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് സംഭവസ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ അപ്രതീക്ഷിത വേലിയേറ്റം. പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങി. വലിയ തിരമാല വന്നതോടെ വിനോദ സഞ്ചാരികൾ പരിഭ്രാന്തരായി. കടൽ വെള്ളം കരയിലേക്ക് അടിച്ചു കയറി. ചാവക്കാട് ബീച്ചിൽ അടിക്കടിയുണ്ടാകുന്ന വേലിയേറ്റം മൂലം വെള്ളം കയറുന്നത് വ്യാപാരികൾക്കും സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്.
അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാക്കൾക്ക് പരിക്ക്. ചാലക്കുടി ഹൗസിംഗ് ബോർഡിൽ താമസിക്കുന്ന കൈതയിൽ വത്സന്റെ മകൻ നീരജ്, കുറ്റിച്ചിറ തെക്കൂക്കാരൻ വീട്ടിൽ ആഷിൻ, ആൻഡോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഞ്ജു കൃഷ്ണ, ശ്രീമോൻ എന്നീ മറ്റു 2 സുഹൃത്തുക്കൾക്കൊപ്പം കൂടിയാണ് ഇവർ ബൈക്കിൽ വൈശ്ശേരിയിലെത്തിയത്. വാളറപ്പത്ത് വെള്ളച്ചാട്ട റോഡിലേക്ക് നടക്കുന്നതിനിടയിലാണ് ആനയുടെ ആക്രമണമെന്ന് പറയുന്നു. കാട്ടിൽ നിന്നുമെത്തിയ ആന ഇവരെ ഓടിക്കുകയായിരുന്നു. തിരിഞ്ഞോടിയ ആഷിനെയും നീരജിനെയും ആന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ നീരജിന്റെ നില ഗുരുതരമാണ്. രക്ഷപ്പെട്ട സുഹൃത്തുക്കൾ ഫാം ഉടമ ശ്രീകുമാറിനെ വിവരമറിയിക്കുകയും തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തിൽ തെരുവുനായ ആക്രമണം. കടങ്ങോട്, മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. തിപ്പല്ലൂർ സ്വദേശി കാച്ചാട്ടിരി മനോജിന്റെ മകൾ ഉൾപ്പെടെ 7 പേർക്കാണ് കടിയേറ്റത്. കാണിപ്പയ്യൂർ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ ആദിദേവ്, കടങ്ങോട് സ്വദേശി ചുള്ളിവിളപ്പിൽ ബാലൻ, മനപ്പടി സ്വദേശി പൂവത്തിങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ പലചരക്ക് കടയുടമയായ സ്ത്രീയുടെ മാല കവർന്ന പ്രതിയെ കൊരട്ടി പോലീസ് സാഹസികമായി പിടികൂടി. വില്ലടം സ്വദേശി റിജോ വിൻസനാണ് അറസ്റ്റിലായത്. പ്രൊബോഷൻ SI അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CPOമാരായ NV ശ്രീജിത്ത്, ആന്റണി, ജിതിൻ, TC ഗോപി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിനും മഴയിലും തെങ്ങ് വീണ് വീടിന് നാശനഷ്ടം. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കൈപ്പമംഗലം MLA KK വത്സരാജ്. പുല്ലഴി കോൾപ്പടവ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കോൾപ്പടവ് സഹകരണ സംഘത്തിന് മുമ്പിൽ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ആൽമരം ചുമറ്റുന്നതിനിടെ കടപുഴകി വീണ തൊഴിലാളിക്ക് പരിക്കേറ്റു. ഒഴിവായത് വൻ അപകടം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.